ആകാശവാണി വാർത്താ വീക്ഷണം. സന്തോഷ് ട്രോഫിയിൽ 7ാം കിരീടം നേടി സർവീസസ്. തയ്യാറാക്കിയത് ആകാശവാണി മലപ്പുറം പ്രതിനിധിയും മാധ്യമപ്രവർത്തകനുമായ സുരേഷ് എടപ്പാൾ. അവതരണം അമൃത കല്യാണി. രാജ്യത്തെ ഏറ്റവും പഴക്കവും പാരമ്പര്യവുമേറിയ കാൽപന്ത് മഹാമഹങ്ങളിലൊന്നായ സന്തോഷ് ട്രോഫിയുടെ 77ാമത് എഡിഷന് വടക്കുകിഴക്കൻ സംസ്ഥാനമായ അരുണാചലിലെ ഇറ്റാനഗറിൽ തിരശീല വീണിരിക്കുന്നു. വെല്ലുവിളികളെല്ലാം മറികടന്ന അരുണാചലും വടക്കുകിഴക്കിലെ ഫുട്ബോൾ ആരാധകരും രാജ്യത്തിന്റെ അഭിമാനമായ ടൂർണമെന്റിനെ ശരിക്കും ആഘോഷമാക്കുകയായിരുന്നു. പ്രശസ്ത പരിശീലകൻ MG രാധാകൃഷ്ണൻ പരിശീലിപ്പിച്ച സർവീസസിനാണ് കിരീടം. ഫൈനലിൽ ഇന്ത്യൻ ഫുട്ബോളിലെ കരുത്തരായ ഗോവയെ മറുപടിയില്ലാത്ത ഒരു ഗോളിന് വീഴ്ത്തിയാണ് പട്ടാള ടീമിന്റെ 7ാം കിരീട നേട്ടം. ഇതാദ്യമായാണ് ഒരു വടക്കുകിഴക്കൻ സംസ്ഥാനം സന്തോഷ് ട്രോഫിക്ക് ആതിഥ്യമരുളുന്നത്. അടുത്ത വർഷം മുതൽ സന്തോഷ് ട്രോഫി ഫിഫയുടെ അംഗീകാരമുള്ള ടൂർണമെന്റുകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്നാണ് അറിയുന്നത്. 1941 മുതലുള്ള സന്തോഷ് ട്രോഫിയുടെ ചരിത്രം ഇന്ത്യൻ ഫുട്ബോളിന്റെ ചരിത്രം കൂടിയാണ്. രാജ്യത്തെ സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ, സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവയാണ് സന്തോഷ് ട്രോഫിയിൽ പങ്കെടുക്കുന്നത്. 35 ടീമുകൾ പങ്കെടുത്ത പ്രാഥമിക ഗ്രൂപ്പ് മത്സരങ്ങളിൽ നിന്ന് യോഗ്യത തെളിയിച്ച 12 ടീമുകളാണ് ഇറ്റാനഗറിൽ ഫെബ്രുവരി 21 മുതൽ മാർച്ച് 9 വരെ നടന്ന ഫൈനൽ റൗണ്ട് മത്സരങ്ങൾക്ക് യോഗ്യത നേടിയത്. കഴിഞ്ഞ തവണത്തെ ചാമ്പ്യന്മാരായ കർണാടകയും മേഘാലയയും ആതിഥേയരായ അരുണാചലും നേരിട്ട് ഫൈനൽ റൗണ്ടിലേക്ക് യോഗ്യത നേടി. 2 ഗ്രൂപ്പുകളിലായി നടന്ന പോരാട്ടങ്ങൾക്കുശേഷം 8 ടീമുകൾ നോക്കൌട്ട് റൗണ്ടിലേക്ക് മുന്നേറി. ഗ്രൂപ്പ് എയിൽ അരുണാചൽ പ്രദേശ്, മേഘാലയ, ഗോവ, അസം, സർവീസസ്, കേരളം എന്നീ ടീമുകളും ഗ്രൂപ്പ് ബിയിൽ കർണാടക, മഹാരാഷ്ട്ര, ഡൽഹി, മണിപ്പൂർ, മിസോറാം, റെയിൽവേ ടീമുകളുമാണ് ഉൾപ്പെട്ടത്. സന്തോഷ് ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ തവണ കിരീട നേട്ടത്തിന്റെ മിന്നും ചരിത്രമുള്ള ബംഗാളും മുൻ ചാമ്പ്യന്മാരായ പഞ്ചാബും ഇക്കുറി ഫൈനൽ റൗണ്ടിൽ എത്തിയില്ലെന്നതാണ് അരുണാചൽ സന്തോഷ് ട്രോഫിയുടെ നഷ്ടം. പശ്ചിമ ബംഗാൾ സന്തോഷ് ട്രോഫിയിൽ ഏറ്റവും വിജയകരമായ ടീമായി മുന്നിലാണ്. ആകെ 46 ഫൈനൽ മത്സരങ്ങളിൽ 32 ചാമ്പ്യൻ കിരീടങ്ങളും 14 റണ്ണേഴ്സപ്പ് കിരീടവും. 1993 മുതൽ 1999 വരെ തുടർച്ചയായി 6 കിരീടങ്ങളുമായി അവർ റെക്കോർഡും സ്ഥാപിച്ചു. തൊട്ടുപിന്നാലെ 8 കിരീടങ്ങൾ, 8 റണ്ണേഴ്സപ്പ് ഫിനിഷുകൾ, 16 മത്സരങ്ങൾ എന്നിവയുമായി പഞ്ചാബാണ്. 7 കിരീടങ്ങൾ നേടിയ കേരളവും സർവീസസും 3ാം സ്ഥാനത്താണ്. 1982-83 പതിപ്പിൽ ഫൈനലിലും റീപ്ലേയിലും ഗോൾ രഹിത സമനിലയ്ക്ക് ശേഷം പശ്ചിമ ബംഗാളും ഗോവയും ട്രോഫി പങ്കിട്ടു. സന്തോഷ് ട്രോഫി ചരിത്രത്തിലെ ഒരേയൊരു തവണ മാത്രമാണ് ഈ പങ്കിടൽ നടന്നിട്ടുള്ളത്. വലിയ പ്രതീക്ഷയോടെയാണ് സദീവൻ ബാലൻ പരിശീലിപ്പിച്ച കേരള ടീം അരുണാചലിലെത്തിയതെങ്കിലും അസാമിനെതിരെയുള്ള മത്സരത്തിലെ തകർപ്പൻ ജയത്തിന് ശേഷം ടീം ഫോം കണ്ടെത്താൻ പ്രയാസപ്പെടുന്ന കാഴ്ചയാണ് കണ്ടത്. 2 വീതം വിജയവും സമനിലയും 1 തോൽവിയുമായി ഗ്രൂപ്പിൽ 3ാം സ്ഥാനം നേടിയാണ് കേരളം ക്വാർട്ടറിലെത്തിയത്. ജയിക്കാൻ കഴിയാവുന്ന മത്സരങ്ങൾ പോലും കൈവിട്ടത് ടീമിന്റെ തുടർന്നുള്ള വഴിയിൽ വലിയ നഷ്ടമാണുണ്ടാക്കിയത്. ക്വാർട്ടറിൽ മിസോറാമിനെതിരെ മികച്ച പ്രകടനം പുറത്തെടുത്തെങ്കിലും സഡൻ ഡെത്തിൽ പരാജയപ്പെട്ടതോടെ എല്ലാം അവസാനിച്ചു. ക്യാപ്റ്റൻ നിജോ ഗിൽബർട്ടിന്റെയും പ്രതിരോധ താരം ബെർജിൻ ബോൾസ്റ്ററുടെയും പരിക്ക് കേരളത്തിന് വലിയ തിരിച്ചടിയായി. ഒരുപിടി നല്ല കളിക്കാരുണ്ടായിട്ടും പരിശീലന മത്സരങ്ങളുടെയും ഒത്തിണക്കത്തിന്റെ അഭാവവും കേരളത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ സാരമായി ബാധിച്ചു. അരുണാചലിലെ തണുപ്പും സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനുള്ള സമയം ടീമിന് കിട്ടിയില്ലെന്നതും ഒരു കാരണമാണെങ്കിലും ഫിനിഷിംഗിലെ പോരായ്മകളും പ്രതിരോധത്തിലെ പാളിച്ചകളുമാണ് മുൻ ചാമ്പ്യന്മാരുടെ കിരീട സ്വപ്നങ്ങളെ ഇല്ലാതാക്കിയത്. കേരളത്തിന്റെ ഗ്രൂപ്പിൽ ഉൾപ്പെട്ട സർവീസസും ഗോവയുമാണ് ഫൈനലിലെത്തിയെന്നതും ഈ ടീമുകളുമായുള്ള മത്സരങ്ങളിൽ കേരളം മികച്ചു നിന്നതും ശ്രദ്ധേയമാണ്. ടൂർണമെന്റിലുടനീളം മികച്ച പ്രകടനം നടത്തി മുന്നേറിയ മണിപ്പൂരിനായിരുന്നു ഇത്തവണ കിരീട സാധ്യത ഏറെ കൽപ്പിച്ചിരുന്നതെങ്കിലും സെമിയിൽ സർവീസസിന് മുന്നിൽ അവർക്ക് കാലിടറി. കേരളത്തെ വീഴ്ത്തിയ മിസോറാം ആകട്ടെ ഗോവയ്ക്ക് മുന്നിൽ വീണതോടെ വടക്കൻ മണ്ണിൽ ഇതാദ്യമായി വരുന്നെത്തിയ സന്തോഷ് ട്രോഫിയിൽ ഒരു വടക്കുകിഴക്കൻ സംസ്ഥാനം മുത്തമിടുമെന്ന കണക്കുകൂട്ടൽ തെറ്റി. ഒടുവിൽ ഇറ്റാനഗറിലെ യുപിയ ഗോൾഡൻ ജൂബിലി സ്റ്റേഡിയത്തിൽ ഗോവയും സർവീസസും തമ്മിലുള്ള അംഗത്തിന് കളമൊരുങ്ങി. ഫൈനലിൽ ഇരു ടീമുകളും 2 കൽപ്പിച്ചായിരുന്നു. തുടക്കത്തിൽ ഗോളടിച്ച് എതിരാളിയെ സമ്മർദ്ദത്തിലാക്കുകയെന്ന തന്ത്രത്തോടെ സർവീസസും ഗോവയും പന്ത് തട്ടിയതോടെ പോരിന് വാശിയേറി. തുടക്കം മുതൽ തന്നെ ആക്രമണങ്ങൾക്ക് മൂർച്ച കൂട്ടി ഗോവ മത്സരത്തിൽ മേൽക്കൈ നേടുകയും ചെയ്തു.
പക്ഷേ രണ്ടാം പകുതിയിൽ കളിക്കെതിരെ ഒന്നാന്തരമൊരു മിന്നൽ പ്രത്യാക്രമണത്തിൽ സർവീസസ് മുന്നിലെത്തി. സർവീസസിന്റെ കിരീട നേട്ടത്തിൽ സെമിയിലും ഫൈനലിലും അടിച്ചും പ്രതിരോധിച്ചും കളം നിറഞ്ഞ മലയാളി പ്രതിരോധക്കാരൻ പി ഷഫീലിന്റെ കാലിൽ നിന്നു തന്നെയായിരുന്നു മത്സരത്തിന്റെ വിധിയെഴുതിയ ഗോൾ. 67 മിനിറ്റിൽ മലയാളി മധ്യനിരക്കാരൻ രാഹുൽ രാമകൃഷ്ണൻ നൽകിയ പാസിലാണ് ഷഫീൽ നിറയൊഴിച്ചത്. ഗോൾ വഴങ്ങിയതോടെ ഗോവ ആക്രമണം കടുപ്പിച്ചു. ഗോവയുടെ മികവുറ്റ മുന്നേറ്റ നിരയെ പട്ടാളച്ചിട്ടയോടെ സർവീസസ് പ്രതിരോധിച്ചതോടെ മത്സരം ആവേശത്തിലേക്ക് കുതിച്ചു. പക്ഷേ ഗോവൻ മുന്നേറ്റങ്ങളെ ക്ലിയർ ചെയ്തൊതുക്കി സന്തോഷ് കപ്പ് സർവീസസ് ചേർത്ത് പിടിച്ചപ്പോൾ തുറന്ന അവസരങ്ങൾ പോലും തലനാരിഴയ്ക്ക് നഷ്ടപ്പെട്ടതിന്റെ വേദന താങ്ങാനാവാതെ ഗോവൻ താരങ്ങൾ വിതുമ്പി. ഫുട്ബോൾ അങ്ങനെയാണ്. അത് വല കുലുക്കുന്നവരുടെ ഗെയിമാണ്. മികച്ച പ്രകടനം പുറത്തെടുത്താലും ഗോളടിക്കാൻ കഴിയാതെ വന്നാൽ വിജയം അകന്നു തന്നെ നിൽക്കും. ഇറ്റാനഗറിലെ 15,000-ലധികം വരുന്ന കാണികളെ സാക്ഷിയാക്കി ആ രാത്രിയിൽ സർവീസസ് കിരീടത്തിൽ മുത്തമിട്ടത് വെറുമൊരു അർത്ഥാവസരത്തിന്റെ മികവിൽ നേടിയ ഗോളൊന്നുകൊണ്ട് മാത്രമാണെന്നത് ശ്രദ്ധേയം. നവംബറിൽ നടന്ന ദേശീയ ഗെയിംസിലും സർവീസസ് തന്നെയായിരുന്നു ചാമ്പ്യന്മാർ. സന്തോഷ് ട്രോഫിയിൽ 2010 ശേഷമുള്ള 6ാം കിരീടമാണിത്. 4 വർഷത്തിനു ശേഷമുള്ള ആദ്യത്തേതും. പിന്നിട്ടുനിന്ന ഗോവ കൂടുതൽ അപകടകാരികളായി. ആഞ്ഞടിച്ചു അവർ. നിർത്താതെയുള്ള മുന്നേറ്റം. പലപ്പോഴും ഗോളെന്നുറച്ചെങ്കിലും കോട്ടവാതിൽ തുറന്നില്ല. പിന്റോയുടെ ഷോട്ട് ഗോൾ കീപ്പർ അബ്ദുൾ ഖാദർ രക്ഷപ്പെടുത്തി. പരിക്കു സമയം ജുവാഷ ഡി സിൽവയുടെ ഹെഡർ പ്രദീപ് കുമാർ ഗോൾ വരയിൽ നിന്ന് അടിച്ചകറ്റി. നിർത്തിയില്ല ഗോവ. ജുവാഷയുടെ അടുത്ത ഷോട്ട് ഗോളിയെ മറികടന്നു. ഇത്തവണ ഷഫീലായിരുന്നു രക്ഷകൻ. ഗോൾ വരയിൽ നിന്ന് 26-കാരൻ പന്തടിച്ച് പുറത്തേക്കിട്ടു. സർവീസസ് ജയമുറപ്പിച്ചു. കേരള ടീമിന് അരുണാചൽ എഡിഷൻ നിരാശയുടെയും ദുഃഖത്തിൻ്റെതുമാണെങ്കിലും സർവീസസിന്റെ കിരീട നേട്ടത്തിൽ 3 മലയാളി താരങ്ങളുടെ സംഭാവന എടുത്തു പറയേണ്ടതാണ്. മധ്യനിരക്കാരായ രാഹുൽ രാമകൃഷ്ണനും വിജയ് ജെറാൾഡും പ്രതിരോധക്കാരൻ പി ഷഫീലും ടൂർണമെന്റിലുടനീളം തിളങ്ങി. ഫൈനൽ ഉൾപ്പെടെ ടൂർണമെന്റിലെ 8 കളിയിലും മൂവരും കളിച്ചു. പാലക്കാട് മാപ്പിളക്കാട് സ്വദേശിയായ മധ്യനിര താരം രാഹുൽ 8 കളിയിൽ 1 ഗോളും 7 ഗോൾ അവസരങ്ങളും ഒരുക്കി. 8 മത്സരത്തിൽ 1 ഗോളടിച്ച തിരുവനന്തപുരം പൊഴിയൂരുകാരനായ 23-കാരൻ വിജയ് ജെറാർഡിന്റെ കന്നി ടൂർണമെന്റാണിത്. വലതു പ്രതിരോധത്തിൽ മിന്നൽ വേഗമുള്ള ഫൈനലിലെ താരം കോഴിക്കോട് സ്വദേശി ഷഫീലാണ് സർവീസസിന് പലപ്പോഴും ഊർജമായത്. പ്രതിരോധിക്കാനും ആക്രമിക്കാനും ഇതുപോലെ മിടുക്കുള്ള മറ്റൊരു താരം ഇത്തവണ ഉണ്ടായില്ല. തിരുവനന്തപുരം പൊഴിയൂരുകാരനായ മധ്യനിരക്കാരൻ ജിജോ ഫ്രെഡി, ഗോൾ കീപ്പർ ആർ റോബിൻസൺ, പ്രതിരോധക്കാരൻ ജിജോ ജെറോൺ എന്നിവരും സർവീസസ് നിരയിലുണ്ട്. മണിപ്പൂരിന്റെ 11 ഗോളടിച്ച ഫിജം സനാദോയി മിത്തയാണ് മുന്നിൽ. 10 ഗോളുകൾ നേടുകയും ഗോളിലേക്ക് 4 അസിസ്റ്റുകൾ നടത്തുകയും ചെയ്ത സർവീസസിന്റെ സമീർ മുർമുവാണ് ടൂർണമെന്റിലെ താരം. പരിമിതികൾക്കിടയിലും മികച്ച സംഘാടനം നടത്തിയ അരുണാചൽ പ്രദേശ് ഫുട്ബോൾ ഫെഡറേഷൻ അഭിനന്ദനമർഹിക്കുന്നു. ടൂർണമെന്റിന്റെ ചരിത്രത്തിലാദ്യമായാണ് ടർഫ് സ്റ്റേഡിയത്തിൽ കളി നടക്കുന്നത്. മാത്രമല്ല 37 കളികളും ഇറ്റാനഗറിലെ ഇപ്പിയ സ്റ്റേഡിയത്തിൽ നടത്തി ശ്രമകരമായ ദൗത്യമാണ് അവർ വിജയകരമായി നിർവഹിച്ചത്. അരുണാചൽ മുഖ്യമന്ത്രി പെമ ഖണ്ഡുവാണ് സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. IM വിജയൻ ഉൾപ്പെടെ മുൻ ഇന്ത്യൻ താരങ്ങളും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഭാരവാഹികളും ഫൈനലിനും സമ്മാനദാനത്തിനും സാക്ഷ്യം വഹിച്ചു. രാജ്യത്തെ ഫുട്ബോളിന്റെ ഭാവിയിലേക്ക് തുറക്കുന്ന ജാലകമാണ് സന്തോഷ് ട്രോഫി. നാളത്തെ ദേശീയ ടീമിന്റെ താരങ്ങളെ കണ്ടെത്തുന്നതിനും വളർത്തിയെടുക്കുന്നതിനുമുള്ള പ്രധാന വേദിയായ സന്തോഷ് ട്രോഫിയുടെ പ്രാധാന്യം നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ട വലിയ ദൗത്യമാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനുള്ളത്. നാളെയുടെ പ്രതീക്ഷകളായ ഒട്ടേറെ മികച്ച താരങ്ങൾ ഇവിടെ കളിച്ചു വരുന്നുണ്ടെന്നതിന്റെ നേർക്കാഴ്ച കൂടിയാണ് ഇറ്റാനഗർ നൽകിയത്. ആത്മാർത്ഥമായ സമീപനമുണ്ടായാൽ ശോഭനമായ കാൽപന്തുകാലം നമുക്ക് വിദൂരമല്ലെന്ന ഓർമ്മപ്പെടുത്തലും. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം. സന്തോഷ് ട്രോഫിയിൽ 7ാം കിരീടം നേടി സർവീസസ്. തയ്യാറാക്കിയത് ആകാശവാണി മലപ്പുറം പ്രതിനിധിയും മാധ്യമപ്രവർത്തകനുമായ സുരേഷ് എടപ്പാൾ.